അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വളരെ പവിത്രമായ ഒരു മാസത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. പരിശുദ്ധ റമദാനിന് ശേഷം വളരെയേറെ ശ്രേഷ്ഠതയുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ അടിവരയിട്ട് പറഞ്ഞ വൽ ഫജ്രി വലയാലിൻ അശ്ർ, ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസം ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ത്യാഗസന്നദ്ധമായ ജീവിതത്തിൻ്റെ അർപ്പണബോധത്തിൻ്റെ ചരിത്രം വിളിച്ചോതുന്ന പരിശുദ്ധമായ ഈ മാസം ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും അള്ളാഹുവിൻ്റെ അതിഥികളായി ഹജ്ജിന് വേണ്ടി യാത്ര തിരിച്ചവർ, ഒരുങ്ങിയവർ, വളരെ മഹത്വമുള്ള ദിനരാത്രങ്ങളാണ്. നമുക്കറിയാം, പരിശുദ്ധ ദീനിൻ്റെ ആരാധനകളെല്ലാം ഒരുമിച്ച് കൂടുന്ന ഒരു പ്രത്യേക സമയം. ഇത്രയും നല്ല പവിത്രതയുള്ള മാസത്തിൽ ആ പവിത്രതകൾ നേടിയെടുക്കാനുള്ള പ്രവർത്തനങ്ങൾ ഓരോന്നും നമ്മുടെ ഭാഗത്ത് ഉണ്ടാവണം. മഹത്തമായ മാസത്തിൽ നമുക്കും അള്ളാഹുവിലേക്കെടുക്കാം. അള്ളാഹുവിൻ്റെ പൊരുത്തം സമ്പാദിക്കാനായി നമുക്കും പ്രയത്നിക്കാം. ഒരുപാട് നന്മയായ പ്രവർത്തനങ്ങൾ, അതിൽ വളരെയേറെ മഹത്തായ ഒരു കർമ്മമാണ് ഉദ്ഹിയ്യത്ത്. കഴിവുള്ളവരൊക്കെയും അതിന് പങ്കാളികളാവണം. ആരും തന്നെ മാറി നിൽക്കരുത്. കഴിവ് എന്ന് പറയുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഏതൊരാവശ്യത്തിന് വേണ്ടിയും ഒന്നും നോക്കാതെ മുന്നിട്ടിറങ്ങുന്ന നാം ഇബാദത്തിൻ്റെ വിഷയത്തിൽ മാത്രം അള്ളാഹുവിനിക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ അരികിൽ പ്രതിഫലം കിട്ടുന്ന പ്രവർത്തനങ്ങൾ വരുമ്പോൾ മാറി നിൽക്കുക എന്ന് പറയുന്നത് നാം ഓരോരുത്തരും ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെ ഫോണൊന്ന് മാറ്റാൻ, നല്ല വിലപിടിപ്പുള്ള ഫോണുകൾ വാങ്ങാൻ, അല്ലെങ്കിൽ മറ്റുള്ള ആവശ്യങ്ങളൊക്കെയും നിറവേറ്റാൻ അതൊന്നും വേണ്ട എന്നല്ല. നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് ഇത്രയേറെ പ്രാധാന്യം കൽപ്പിക്കുന്ന ഈ കാലഘട്ടത്തിൽ നാളത്തേക്ക് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അരികിൽ പ്രതിഫലം ലഭിക്കുന്നതിന് വേണ്ടി നാം പ്രയത്നിക്കലിൽ വളരെ പിന്നോക്കമായി പോയോ എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെയും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ദുൽഹിജ്ജ പറന്നു. ഓരോ ദിവസവും സൂറത്തുൽ ഫജ്ർ ഓതൽ വലിയ പ്രതിഫലമുണ്ട്. അതുപോലെ തന്നെ ബലിമൃഗങ്ങളെ കാണുമ്പോൾ തക്ബീർ ചെല്ലലും വലിയ പ്രതിഫലമുണ്ട്. ഇനി പരിശുദ്ധമായ അറഫ, ലോകത്തിലെ ഏറ്റവും വലിയ സംഗമമാണ് അറഫ സംഘം. അന്നേ ദിവസം നമുക്ക് നോമ്പനുഷ്ഠിക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. ഒരുപാട് ശ്രേഷ്ഠതകളുള്ള ദിവസം. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, നമുക്കറിയാം, ഇന്ന് നമ്മുടെ ചുറ്റും പല തരത്തിലുള്ള രോഗങ്ങൾ ഇങ്ങനെ പടർന്ന് പന്തലിക്കുകയാണ്. പെടുന്നനെയുള്ള മരണങ്ങൾ അധികരിച്ചു വരികയാണ്. നമുക്കൊക്കെയും ആയുസ് എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. പെടുന്നനെയുള്ള മരണങ്ങളെ തൊട്ട് കാത്തുരക്ഷിക്കട്ടെ. ഈ ചുരുങ്ങിയ ജീവിതത്തിൻ്റെ കാലയളവിൽ കഴിയുന്നതുപോലെ വത്തഖൂ മസ്തതഅ്തു, കഴിവിൻ്റെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിക്കുക. ഇബാദത്തിലായി നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവാൻ ശ്രമിക്കുക. നാം അത്തരത്തിൽ നന്മയായ പ്രവർത്തനങ്ങൾക്ക് നാം മുന്നിട്ടിറങ്ങുമ്പോൾ നമ്മുടെ മക്കള്, നമുക്ക് ശേഷം വരുന്ന തലമുറകള്, ഇവരൊക്കെയും നമ്മെ കണ്ട് മാതൃകയാവണം. മറ്റുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി നാം നല്ല രീതിയിൽ പണിപ്പെടുമ്പോൾ, ധൃതിപ്പെടുമ്പോൾ ഇബാദത്തിന്റെ വിഷയത്തിൽ പിന്നോക്കം കാണിക്കുക, മടി കാണിക്കുക എന്നുള്ളത് ഇത് വളരെ മോശമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, ഉദ്ഹിയ്യത്ത് ഉദ്ദേശിച്ചവരാണെങ്കിൽ നമുക്കറിയാം, നഖവും മുടിയും ഇതൊന്നും മുറിക്കാതെ സൂക്ഷിക്കുക എന്നുള്ളത്, നാം അറുക്കുമ്പോൾ മഗ്ഫിറത്ത് ലഭിക്കുന്ന വിഷയത്തിൽ ശരീരത്തിൻ്റെ മുഴുവൻ അവയവങ്ങളും ഭാഗങ്ങളും ഭാഗവാക്കാകും. അതിനു വേണ്ടിയാണ്. അതോടൊപ്പം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, നാം അറുക്കാൻ ഉദ്ദേശിച്ച ആ ഉദ്ഹിയ്യത്തിൻ്റെ മൃഗം, ആ മൃഗവുമായിട്ട് ആ മൃഗത്തെ പരിചരിക്കുന്ന, ആ മൃഗത്തോടൊരു സ്നേഹം വരുന്ന രീതിയിൽ ആ മൃഗത്തിനെ ഒന്ന് പരിചരിക്കാൻ നാം ഓരോരുത്തരും ശ്രമിക്കണം. നാളെ അല്ലാഹുവിൻ്റെ അരികിൽ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യേണ്ട, സിറാത്ത് കടക്കാനുള്ള മാർഗമാവേണ്ട മൃഗമാണ് എന്ന ബോധത്തോടുകൂടി നാം ആ മൃഗത്തെ കാണണം.
അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ദിനരാത്രങ്ങളുടെ ഫളീലത്ത് ലഭിക്കുന്ന മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മളെ ഒക്കെപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.